കയറ്റിയിട്ടിരിക്കുക ബോസ്. അവിടെ നിന്ന് അങ്ങോട്ടൊന്നും നമ്മളധികം പോകുന്നില്ല, കാരണം വേറെ ഒന്നുമല്ല, ചില പണി വരുന്ന വഴി കാലും സ്ലിപ്പായ പിന്നെ ഇത് കണ്ടോ നമ്മുടെ ഈ കുത്തനെയുള്ള ഇതിൽ വന്നതാണ് കേട്ടോ. പക്ഷെ നല്ല മഴയാണ് കേട്ടോ, ഇവിടുത്തെ ഈ മഴയാണൊരു പ്രശ്നം. കഴുകിക്കൊണ്ടിരിക്കുക. ഇവിടെയാകുമ്പോൾ നല്ല വെള്ളച്ചാട്ടം ഇങ്ങനെ ഇടയ്ക്കല്ലേ, ഇന്ന് കയറി വന്ന വഴിയാണ് കേട്ടോ. ഇതിനകത്ത് കൂടിയൊക്കെ എങ്ങനെ വണ്ടി വന്ന് കയറി എന്നുള്ളത് ഒരു കുട്ടിക്കാൻ കിട്ടുന്നില്ല. ഒരാഴ്ച മുന്നേ ഇത് കണ്ടത് ഇങ്ങോട്ടൊക്കെ മൊത്തം ഇടുങ്ങി പൊങ്ങി കിടക്കിയത്. ഇവിടെ നിന്നാണ് ഈ സാധനമാണ് ഇങ്ങോട്ട് പോകുന്നത് മൊത്തം. ഇതുണ്ടല്ലോ, ഇതൊക്കെ മരം എല്ലാം മറിഞ്ഞു കിടക്കുകയാണ്. ഇന്നത്തെ മഴ അമ്മാതിരി മഴയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ പെയ്തോണ്ടിരിക്കുന്നത്. ഓല്ല അങ്ങ് അകലെ നോക്കി നമസ്കാരം. നമ്മളൊരു അടിപൊളി യാത്രയിലാണ് കേട്ടോ. ഇപ്പം നിലവിൽ നമ്മൾ അടിമാലിയിലാണ് ഉള്ളത്. എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ റിജോ അടിമാലിയാണ്. ഇന്നലെ റിജോയുടെ വീട്ടിലായിരുന്നു താമസമൊക്കെ. ഭയങ്കര മഴ നമ്മൾ ഇവിടെ വരാൻ വേണ്ടി കാത്തിരുന്ന പോലെ വന്നപ്പോൾ തൊട്ട് ഭയങ്കര മഴയാണ്. ഞങ്ങളിപ്പോൾ രാവിലെ അതിപുലർച്ചെ എന്ന് പറഞ്ഞില്ല, ഞങ്ങൾ വെളുപ്പിന് പോകാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ മഴയും കാലാവസ്ഥയൊക്കെ പ്രതികൂലമായതുകൊണ്ട് തന്നെ ഇത്തിരി തെളിഞ്ഞിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയായിരുന്നു. പക്ഷെ തെളിയണ ലക്ഷണം കാണാതെ വന്നപ്പോൾ ഇനി എന്തായാലും രണ്ടും വരട്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇന്നലെ നമ്മൾ ഡസ്റ്ററിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ജീപ്പിലാണ്. അപ്പം ഇവനൊരു ജീപ്പുണ്ട്, ആ ജീപ്പിന് ഇച്ചിരി കാശൊക്കെ മുടക്കി അടുത്ത കാലത്തൊന്ന് റെഡിയാക്കി എടുത്തതാണ്. അപ്പം ഇതുപോലെ റൈഡിനൊക്കെ പോകുമ്പോൾ അവൻ ഉപയോഗിക്കുന്നതാണ് ആ ജീപ്പ്. അപ്പം നമ്മളിന്ന് പോകുന്നൊരു മലയല്ലേ, എവിടെയാണ് തറവാട് വീട്. ഭയങ്കര മഴ വന്നിട്ട് ഒരു ഇവിടുന്ന് ഇവിടെ കയറ്റമാണല്ലേ. ഒരു സാധാരണ ഒരു വഴി കയറ്റമാണ്. നിങ്ങൾക്ക് ഭയങ്കര കയറ്റമാണ്. നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര മണ്ണിടിച്ചില് ഒക്കെ ഉണ്ട് നമ്മൾ പോകുന്ന വഴി. ഇതൊക്കെ മരം എല്ലാം മറിഞ്ഞു കിടക്കി. ഇന്നത്തെ മഴ അമ്മാതിരി മഴയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ പെയ്തോണ്ടിരിക്കുന്നത്. അതെ, മണ്ണിടിച്ച് കിടക്കുന്ന വഴിക്ക് ഇതുണ്ടോ വെള്ളച്ചാട്ടം. നമ്മളിന്നലെ വഴി കണ്ടതാണ്. ഇതുവരെ വന്ന നമ്മുടെ ആ റോഡിൽ നിന്ന് മാറിയാണല്ലേ. ഈ ടാറിംഗ് റോഡ് കഴിഞ്ഞു. ഇത് കുത്തനെയുള്ള റോഡാണ്. ഈ ടാറിംഗ് റോഡ് കോൺക്രീറ്റ് ആണ്, അതാ പൂഴിയാണ്. എല്ലാം മരമൊക്കെ ഇതൊരു ഭയങ്കര കോറിയായിരുന്നു. പക്ഷെ ഇതൊക്കെ നിന്നുപോയി. അതെ, വെള്ളം കുത്തി ഒലിച്ചൊഴുകിക്കൊണ്ടിരിക്കുകയാണല്ലോ. വെള്ളം വരുന്ന മരങ്ങളുണ്ടോ? ഇവിടെ കലിങ്ങുണ്ടോ? കരിമ്പ് മൂടിപ്പോയേക്കണ. ഭയങ്കര രസമാണ്. കാണാനല്ലേ ഭയങ്കര രസമാണ്. ഫുള്ള് മഞ്ഞും കയറി കോട കയറി ഇങ്ങനെ കിടക്കായിരിക്കും മൊത്തം. ഇപ്പോഴാണ് മഴ ഉണ്ടെങ്കിൽ കോട ഉണ്ടാവും. വലിയൊരു കല്ലോട് ഒരു വഴി ബ്ലോക്കായിരുന്നു ഒരാഴ്ചത്തേക്ക്. അതെ, എവിടെ കണ്ടോ ഇതുണ്ടോ ഈ കല്ലൊക്കെ ഇവിടെ കല്ലുള്ളിയാടി ഇതുണ്ടല്ലേ. ഇത്രയും നമ്മൾ റിസ്ക് എടുത്തതിന് മേളിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണിത് ഈ കാണുന്നത്. ഇത് കണ്ടവനെ അതായത് ശരിക്കും ഇത് നമ്മുടെ റിജോയുടെ കുടുംബ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്.
ഇപ്പൊ താമസിക്കുന്ന ടൗണിലാണ്. ശരിക്കുള്ള വീട്ടിലേക്ക് അവർ പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രം താമസിക്കുന്നത് അല്ലേ? 100-150 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നതുകൊണ്ട് 5-6 പേരായി. അത്രേ ഉള്ളൂ. അത് ഇവിടെ വിട്ടു പോകാൻ താല്പര്യം ഇല്ലാത്തവർ നിൽക്കുന്നത്. അതിൽ വരുന്നതാണ് പപ്പയും മമ്മിയൊക്കെ അല്ലേ? ആ സ്ഥലത്തിന്റെ ശരിക്കുള്ള പേരെന്താണ്? ശരിക്കും പറഞ്ഞാൽ കത്തിപ്പാറ എന്ന് പറയും. കത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ചെറിയ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ചെറിയ വെള്ളച്ചാട്ടം എന്നൊക്കെ പറയാൻ പറ്റും. ആ ചെറിയ ഇത് കാണുന്നൊക്കെ ഫുള്ള് വെള്ളം, ഫുള്ള് വെള്ളം. അവിടെ നീ അതിരേറ്റിട്ടിരിക്കുന്ന കൃഷിയാണ് അത്. അതിനകത്ത് കപ്പ ഉണ്ടാക്കണം. പന്നി കയറാൻ പന്നി ശല്യം ഉണ്ടല്ലേ? കാട്ടുപന്നി. വേറെ എന്തൊക്കെ മൃഗമുണ്ട്? വേറെ ഇവിടെ അങ്ങനെ വലിയ വേറെ മൃഗങ്ങളൊന്നും. കാട്ടുപന്നിയാണ് കൂടുതൽ. ഇവരൊക്കെ അത്ര പരിചയമുള്ളവർക്ക് മാത്രമേ വന്ന് കയറാനും പറ്റത്തുള്ളൂ അല്ലേ? നമ്മളൊക്കെ കാറൊക്കെ വരുമ്പോ അതെ അല്ലേ? വണ്ടി കയറി വേണ്ട, റോഡിൽ നിന്നൊക്കെ കുത്തി ഒലിച്ചാണ് പോയിക്കൊണ്ടിരിക്കണത്. വേണ്ടത് എല്ലായിടും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എന്നാൽ രാത്രിയിലത്തെ മഴ, അപ്പം മഴയുടെ അളവ് കൂടുതൽ. ഇങ്ങനെയൊരു തോടൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ അതെ. ഇവിടെ ഒന്ന് ഭയങ്കര രസമാണ്. കോടയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങ് അകലെ നോക്കി മഞ്ഞ എന്തോരം നോക്കി ലക്ഷക്കണക്കിന് അവിടെ നിൽക്കണം. ഗോൾഡൻ ബെറി ഈ സാധനത്തിന്റെ പടത്തിന് 2500 രൂപ. അതുണ്ടോ? കണ്ടോ? 2000 ഉണ്ടോ? ഇതുണ്ട്. ഇതുണ്ടാ ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഗോൾഡൻ ബെറി എന്ന് പറയണത് കണ്ടിട്ടില്ല? ഇല്ല. ഇതാണ് ഗോൾഡൻ ബെറി എന്ന് പറയുന്നത്. ദൂരം ചെടി നിൽക്കണം നോക്കിയുണ്ടോ? അപ്പൊ ഇത് എത്ര രൂപയുടെ സാധനമാണ്? എത്ര ലക്ഷം രൂപയുടെ സാധനം? 2500 കിലോ. അങ്ങോട്ട് 2500 രൂപ വില ഗോൾഡൻ ബെറിക്ക്. സംശയമുള്ളവർ നേരെ ഒന്ന് നെറ്റിലടിച്ച് നോക്കിയാൽ മതി. ഇതാണ് സാധനം. 2500 രൂപ കണ്ട അതിന്റെ കിലോ വില വരുന്നത്. ഇത് കണ്ട എന്തോരോന്ന് നോക്കിയാൽ, എന്തോരോ നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. ഇത് കണ്ട ഇവിടുത്തെ ഈ കാട്ടുതുമ്പയാണ് കേട്ടോ. ഇത് കാട്ടുതുമ്പ ഈ കാണുന്നത് എന്താ കുറേ ഉണ്ട്. നമ്മളിവിടെ കാണുന്ന ടൈപ്പ് അല്ല ഇത്. മറ്റേ ഈ കൊടിഞ്ഞിക്ക് അതുപോലെ തലവേദനക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്ന് കൂടിയാണ് ഇത്. ഇവിടെ ഭയങ്കര മലയുടെ മേളിൽ കൊണ്ടുവന്ന് ഞങ്ങൾ സാധനം എന്താ ജീപ്പ് ഇങ്ങനെ കയറ്റിയിട്ടിരിക്കുക ബോസ്. അവിടെ നിന്ന് അങ്ങോട്ടൊന്നും നമ്മളധികം പോകുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ചില പണി വരുന്ന വഴി കാലം സ്ലിപ്പായാൽ പിന്നെ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല. നോക്കിയാൽ എന്താ ഭംഗിയെന്ന് നോക്കിയേ. അയ്യോടാ ഇത് കണ്ട. പക്ഷെ നല്ല മഴയാണ് കേട്ടോ. ഇവിടുത്തെ മഴയാണൊരു പ്രശ്നം. നമ്മൾ കുറച്ച് ചെറിയ രീതിയിലുള്ളൊരു ഓഫ് റോഡ് പോകുമ്പോഴാണ്. കുറച്ചവിടെ അവിടെ കോൺക്രീറ്റ് റോഡുകളുണ്ട്. അത് കഴിയുമ്പോൾ തന്നെ റോഡ് വരും. പിന്നെ കുറച്ച് കല്ലിൻ്റെ മേളിക്കൂടെയൊക്കെ ചാടി പോകാം. ഞാൻ കോപ്ര മേടിച്ച് പിടിച്ചു കേട്ടോ. ഇനി കുറച്ച് വീഡിയോസ് ഇനി എൻ്റെ സൗണ്ട് ആയിരിക്കും നിങ്ങൾ കേൾക്കാൻ പോണേ. ഇതിപ്പോൾ നമ്മളെ വണ്ടി എന്ന് പറയുന്നത് 2006 2 വീലാണ്. 2 വീലും അത്യാവശ്യം 4 വീലിൻ്റെ ഒരു ഗുണം ചെയ്യും. അതായത് ടെർബോ വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രമാണ്. ഹൈ റേഞ്ചിൽ ജീപ്പ് ഇല്ലെങ്കിൽ ജീവിതമില്ല എന്ന് പറയുന്ന പോലെയാണ് ഹൈ റേഞ്ചുകാരുടെ അവസ്ഥ. നമുക്ക് ശരിക്കും ഇങ്ങോട്ടൊക്കെ വന്നെങ്കിൽ ശരിക്കും കാറും കൊണ്ടൊന്നും കയറി വരവ് കിടക്കില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒരു ജീപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു. അപ്പം മെയിനായിട്ടും റോഡിലേക്ക് ഒരു ജീപ്പ് ഇറക്കാൻ വളരെ അവസ്ഥയാണ്. നമ്മൾ ചെറിയതായിട്ട് മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും റോഡിൽ ഇപ്പോൾ ഇറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതിങ്ങനെ കേട്ടോ ചെറിയ വഴിയാണ്. ഒരു വണ്ടി വന്ന സൈഡ് കൊടുക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. നമ്മുടെ മൻസൂർ മുഹമ്മ ഉണ്ട് നമ്മുടെ കൂടെ. മൻസൂർ മുഹമ്മ ആകെപ്പാടെ കിളി പോയിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കുന്നുണ്ട്. അത് കാരണം കിളി പോയിരിക്കുക മൊത്തത്തിൽ. ഇവിടെ എപ്പോൾ വേണമെങ്കിൽ മണ്ണിടിഞ്ഞ് വരാം, ഉരുള് പൊട്ടാം. ഒരു നൈസ് വീടുണ്ടാക്കി വെച്ചാണല്ലോ. ഒരു മൊത്തം ഇല്ലിയും കൊണ്ട് ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ. ആദിവാസികൾ ഉണ്ടാക്കി വെച്ചേക്കണ പോലത്തെ സൈസ് സാധനമാണ്. പക്ഷെ നല്ല രസമല്ലേ നോക്കി. ഹട്ട് ഇതൊക്കെ താമസിക്കാൻ വേണ്ടി, അതായത് ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ചെയ്തേക്കണം കേട്ടോ. ആളെ പറ്റിക്കാനല്ല, ഇത്രയും ഒരു നീ അങ്ങനെ പറയല്ലേ. ഈ ഇത്രയും ഒരു ഫീലിങ്ങില് ഇവിടെ ഈ സമയത്ത് വന്നോണ്ട് നിനക്കൊരു ഭീകരത തോന്നണേ. പക്ഷെ വെയിലുള്ള സമയത്ത് വരുമ്പോഴത്തേനും വേറൊരു വൈബാ. അതായത് ഒരു ആഗസ്റ്റ്
ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ അല്ലേ? ആഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ വന്നാൽ ഭയങ്കര രസമാണ്. മഞ്ഞും ഭയങ്കര. ഇതുണ്ടോ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്, ഇതുണ്ടോ? ഈ ഇങ്ങനത്തെ മഴയുടെ അല്ല, ഇതിങ്ങനെ മഴക്കാലത്ത് മാത്രം കണ്ടുവരുന്ന അരുവികളാണ്, പുഴകൾ, അരുവികൾ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബ വീട്ടിലേക്ക് പോണ വഴി എന്ന് പറയുന്നത് ഈ കാണണം കേട്ടോ, ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഇതിലൂടെ കയറി മലയുടെ സൈഡിൽ അങ്ങ് കയറി പോകണം. ഇങ്ങനെ ക്യാമറകളെ കണ്ടാൽ മനസ്സിലാവില്ല, മതിയായ ഒന്നിൻ്റെ മേളിലാണ്. അതായത് വണ്ടി കയറി പോകും. ആ വണ്ടി അതിൽ കയറി പോകുന്ന പറഞ്ഞപ്പോൾ തന്നെ നിന്റെ കിളി പോയില്ലേ? ഇതൊക്കെ റിസ്കി ജീവിതമാണ്. പക്ഷെ ഇവിടെ ഒന്നും ജീപ്പും കൊണ്ടൊരു അപകടമോ അങ്ങനെയൊക്കെ വളരെ ചുരുക്കമുള്ളൂ. ഇത്രയും സംഭവമാണെന്ന് പറയാം, ഇത്രയും മലയാണ്. ഇവിടെ ശരിക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ നേരെ ആ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ചെറുതോണി ഡാമൊക്കെ തുറന്നോട്ട് അവിടെ നിന്ന് കാണാറുള്ളൂ. പക്ഷെ ഇപ്പം മിസ്റ്റ് അപ്പടി. ഇനി നമ്മൾ ചെറിയ ഓഫ് റോഡ് കൊടുക്കാം. ഞാൻ ക്യാമറ കൈമാറി കേട്ടോ. ഇത് എല്ലായിടവും പൊട്ടി നിൽക്കുകയാണല്ലോ വെള്ളം. മൊത്തം പോയല്ലേ? ഇത് നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എവിടെയിട്ട് വളക്കൂടാ? പുറത്തിറങ്ങിയിട്ട് അവിടെ വാട്ടറിലൊരു കോഴ്സ് ചെയ്തിട്ട് ഇത് നോക്കിക്കേ, ഇത് കണ്ടായി അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഒലിച്ചു പോന്നിരിക്കണ കേട്ടാ. ഇതിന്റെ ഭംഗി ഇത് നോക്കിക്കേ, കാണുമ്പോൾ നല്ല ഭംഗിയാണെങ്കിലും പക്ഷെ നമ്മൾ ഒന്നോർത്ത് കഴിഞ്ഞാൽ നമുക്ക് പേടിയും തോന്നുന്നത്. കണ്ടത് എല്ലാം കൂടി പല സ്ഥലത്തു നിന്നാണ് ചാലായിട്ട് ഇങ്ങനെ വന്നിട്ടിരിക്കണത്. ഇതെല്ലാം കൂടി കഴിഞ്ഞ് ഇത് നോക്കി എന്ത് ഭംഗിയാ കാണാൻ. സംഗതി ഭംഗിയാണെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നെഞ്ചിനകത്തൊരു തീയും ഉണ്ട് കേട്ടാ. എന്താ ഭംഗി, എന്താ അവിടെ നിന്നൊക്കെ നല്ല രസമായിട്ടാണ് തെളിഞ്ഞു വരുന്നത്. അടിപൊളിയായിട്ടാണ് ഇടിച്ച് കുത്തി വരുന്നത് കേട്ടോ. കേട്ടോ നല്ല ഒഴുക്ക് തന്നെയുണ്ട്. നമ്മുടെ കാലൊക്കെ വെച്ചിട്ട് പറഞ്ഞു പോയി. ഇനിയും മഴ ഇങ്ങനെ പെയ്തോണ്ടിരുന്ന ഇതുണ്ട്, നമ്മുടെ ഷൂ ഒക്കെ ഇട്ട് വെള്ളത്തിലിട്ടാണ് പോകുന്നത്. ഞാൻ അവൻ്റെ ആ ജീപ്പ് വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇറങ്ങി നിന്നത്. വണ്ടി മൊത്തം കൊളാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ നമ്മുടെ ഈ കുത്തനെയുള്ള ഇതിൽ വന്നതാണ് കേട്ടോ. പക്ഷെ സാധനം അവിടെ ഇന്നലത്തെ മഴയത്ത് മേളുവരം പോകാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അവിടെ മൊത്തം ചളവായി കിടക്കുകയാണ്. നമ്മളൊരു ഓഫ് റോഡ് കയറി വന്നതാണ്. അവിടെ ഒരു ചേട്ടൻ കൃഷി ചെയ്യാണ്, കൂവക്കൃഷിയാണ് കേട്ടോ ഇത്.
മേളത്തെ ആ ഒരു ലുക്കെന്ന് നോക്കിയാൽ അങ്ങകലെ അതിൻ്റെ ആ അപ്പുറത്തെ വശത്ത് മുകളിലായിട്ടാണ് അവൻ്റെ റിജോയുടെ കുടുംബ വീട് കേട്ടോ. ഇവിടുത്തെ ഒരു ഓഫ് റോഡ് ഏരിയൻ്റെ ഇത് നോക്കിയാൽ ചെളി മൊത്തം ചെളിയായി. പിന്നെ മഴ ഇങ്ങനെ പെയ്യുന്നതുകൊണ്ട് ചെളി അങ്ങനെ നിന്ന് റിവേഴ്സ് എൻ്റെ പൊന്നെ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം വണ്ടി മൊത്തം കഴുകിക്കൊണ്ടിരിക്കുക. എവിടെയാകുമ്പോൾ നല്ല വെള്ളച്ചാട്ടം ഇങ്ങനെ കിടക്കുകയല്ലേ, മുത്തി വലിച്ചു വന്നുകൊണ്ടിരിക്കുക. അവിടെ ആ ഓഫ് റോഡ് കയറി മൊത്തം ചെളിയായി. കഴുകാന്ന് ഓർത്ത് ഇങ്ങോട്ട് കയറ്റിയതാണ് കേട്ടോ. മൊത്തം അവിടെ പോയി ശരിക്കും ചെളിയായി പോയി. അങ്ങോട്ട് പിന്നെ കയറാൻ പറ്റാതെ ആയിപ്പോയി. ഭയങ്കര ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡായിരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വന്ന് കയറി വന്ന വഴിയാണ് കേട്ടോ. അത് ഇതിനകത്ത് കൂടിയൊക്കെ എങ്ങനെ വണ്ടി വന്ന് കയറി എന്നുള്ളത് ഒരു കുട്ടിക്കാൻ കിട്ടുന്നില്ല. പാറക്കല്ലിലൊക്കെ നോക്കിക്കേ എൻ്റെ പൊന്നെ. വണ്ടിയൊക്കെ ഒരു സൈഡിലേക്ക് ചരിഞ്ഞാ പോണത്. വെള്ളം മൊത്തമാക്കി കണ്ടിരിക്കുക. എന്താ ഒരു പാറ ഇങ്ങനെ തലക്ക് മേളിൽ നിൽക്കണ നോക്കി. ഈ പച്ചപ്പ് നല്ല ഭംഗിയാ കാണാൻ. അതിൻ്റെ ഇടക്കൂടി വെള്ളം വരുന്നതുകൊണ്ടാണ് പിണങ്ങി കിടക്കണ പോലെ കിടക്കണം നോക്കിയാ. ഇത് കണ്ട ഇവിടെ നിന്നാണ് മല ഇടിഞ്ഞ് വീണ്. ഇത് കണ്ട നേരത്തെ അല്ലേ, ഒരാഴ്ച മുന്നേ. ഇത് കണ്ടത് ഇങ്ങോട്ടൊക്കെ മൊത്തം ഇടിഞ്ഞ് പൊങ്ങി കിടക്കിയത്. ഇവിടെ നിന്നാണ് ഈ സാധനമാണ് ഇങ്ങോട്ട് പോകുന്നത് മൊത്തം.